പാകിസ്ഥാനിൽ വീണ്ടും ന്യൂനപക്ഷ വേട്ടയുടെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഗുരുദ്വാരയ്ക്കുള്ളിൽ വെടിവെപ്പ്, സിഖ് ദമ്പതികളെ വെടിവെച്ചു കൊന്നു എന്നതാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ വീണ്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായ ക്രൂര ആക്രമണങ്ങൾ നടക്കുന്നു. സിഖ് സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ ഇരട്ട കൊലപാതകം ഇപ്പോൾ രാജ്യാന്തര ശ്രദ്ധ നേടുന്നത്. വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പത്വേക്ക പ്രവിശ്യയിൽ ഒരു ഗുരുദ്വാരയ്ക്കുള്ളിൽ തന്നെ വയോധികരായ 2 സിഖ് ദമ്പതികളെ തന്നെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. മർദൻ ജില്ലയിലെ ബാബു മെഹല്ല പ്രദേശത്തുള്ള ഗുരുദ്വാരയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൊല്ലപ്പെട്ടത് 70 വയസ്സുകാരനായ ജഗന്നാഥും ഭാര്യ ആശാവന്തിയുമാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി തന്നെ ഈ ഗുരുദ്വാരയുടെ സുരക്ഷയും പരിപാലനവും ഏറ്റെടുത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു ഇരുവരും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. ഗുരുദ്വാരയ്ക്കുള്ളിൽ താമസിച്ചിരുന്ന ദമ്പതികളുടെ സമീപത്തേക്ക് അതിക്രമിച്ചു കയറിയ ആയുധധാരികൾ യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെ വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആക്രമണത്തിൽ ഗുരുദ്വാരയുമായി അവിടെ വലിയ രീതിയിൽ ബന്ധമുള്ള വ്യക്തികളുമായി തന്നെ അന്വേഷണം നടക്കുകയും മാത്രമല്ല ഇതിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റ ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കൊലപാതകത്തിന് ശേഷം അക്രമികൾ രക്ഷപ്പെടുകയും ചെയ്തു. സംഭവത്തിന് പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ച് ഇതുവരെയും വ്യക്തത ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത് ആസൂത്രിതമായ ആക്രമണമാണ് എന്നതാണ് പ്രാഥമിക നിഗമനത്തിൽ സൂചിപ്പിക്കുന്നത്. സംഭവത്തിൽ പാകിസ്ഥാന്റെ കൗണ്ടർ ടെററിസം ഡിപ്പാർട്ട്മെന്റ് കേസെടുത്തുകൊണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 50ഓളം സിഖ് കുടുംബങ്ങൾ താമസിച്ചിരുന്ന മർദാൻ നഗരത്തിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്തരം ഒരു ക്രൂര സംഭവം നടക്കുന്നത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ സംഭവം വലിയ ആശങ്കയും ഭീതിയും സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ സിഖ്, ഹിന്ദു, ക്രിസ്ത്യൻ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ വർഷങ്ങളായി തന്നെ വിവിധ തരങ്ങളിൽ ആക്രമണങ്ങളും വിവേചനങ്ങളും നേരിടുന്നുവെന്ന ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ പലതവണ ഉയർന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ആരാധനാലയത്തിനുള്ളിൽ നടന്ന ഈ ഇരട്ട കൊലപാതകം വീണ്ടും ചർച്ചയാകുന്നത്. സംഭവത്തെ അപലപിച്ചുകൊണ്ട് സിഖ് സംഘടനകളും മനുഷ്യാവകാശ പ്രവർത്തകരും രംഗത്തെത്തിയിട്ടുണ്ട്. കുറ്റവാളികളെ ഉടൻ തന്നെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. അതേസമയം ആരാധനാലയത്തിനുള്ളിൽ പോലും സുരക്ഷിതരല്ല എന്ന ആശങ്ക ഉയർത്തുന്ന ഈ സംഭവം പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. ആക്രമണത്തിന് പിന്നാലെ തന്നെ യഥാർത്ഥ ലക്ഷ്യവും പ്രതികളും ആരെന്നത് കണ്ടെത്തിയതിനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികളും. അതേസമയം ഇപ്പോൾ പാകിസ്ഥാനെതിരെ ശക്തമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. POKയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ് ഇവിടെ സ്വീകരിക്കുന്നതും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെയും സൈന്യത്തിനെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും ജീവിത ചിലവിലെ കുത്തനെയുള്ള വർധനവും ജനങ്ങളെ തെരുവിലേക്ക് ഇറങ്ങാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ അവർ ഇടയാക്കിയിരിക്കുകയാണ്. ഇതിന് പാക് അധീന കാശ്മീരിന് നേരെ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവിടുത്തെ ജനങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഉയർന്ന വൈദ്യുതി നിരക്കിനും അവിടെ അവശ്യ ധാന്യങ്ങളുടെ വിലക്കയറ്റത്തിനുമെതിരായിരുന്നു ആദ്യം പ്രതിഷേധം ആരംഭിച്ചത്. എന്നാൽ ദിവസങ്ങൾ പിന്നിടുന്നതിനിടയിൽ തന്നെ പ്രക്ഷോഭം കൂടുതൽ രാഷ്ട്രീയ സ്വഭാവം കൈക്കൊള്ളുകയും പാകിസ്ഥാൻ ഫെഡറൽ സർക്കാരിനും സൈന്യത്തിനുമെതിരായ ശക്തമായ പ്രതിഷേധമായി മാറുകയും ചെയ്തു. ജമ്മു കാശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഭരണകൂടം പ്രദേശത്തിന്റെ സാമ്പത്തിക അവകാശങ്ങളും സ്വയംഭരണ അവകാശങ്ങളും ദുർബലപ്പെടുത്തുകയാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പരിഗണിക്കപ്പെടുന്നില്ല എന്നും പ്രതിഷേധകർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.